മഞ്ജു വാര്യരും ദിലീപും ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ പുതിയ തിയേറ്റർ സ്ക്രീനിൻ്റെ ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സെലിബ്രിറ്റീസിനെ ലിസ്റ്റിൻ സ്റ്റീഫൻ വിളിച്ച കൂട്ടത്തിൽ മഞ്ജു വാര്യരും ഉണ്ടായിരുന്നു, ദിലീപും ഉണ്ടായിരുന്നു. ആൻഡ് പെട്ടെന്നൊരു വീഡിയോ വരികയാണ്. മഞ്ജു വാര്യർക്ക് ദിലീപ് കൈ കൊടുക്കുന്നു, അവർ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു. അത് ഭയങ്കര ചർച്ചയാവുന്നു. ആ ഒരു ഫംഗ്ഷനിൽ രണ്ടുപേരും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും വന്നു പോയതിൻ്റെയും അങ്ങനെ പാസ് ചെയ്ത് പോകുന്നതിൻ്റെയും ഒക്കെ വിഷ്വൽസ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താണെങ്കിലും ചർച്ചയാവുമല്ലോ. കാരണം അറിയാലോ, നടി ആക്രമിച്ച ആ ഒരു കേസും അത് കഴിഞ്ഞിട്ടുണ്ടായ അവരുടെ നടിയോട് നടിക്ക് സപ്പോർട്ട് കാണിച്ചിട്ട് അവർ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് കൂടി ഒരു ഓപ്പൺ പ്രസ്സിനെയൊക്കെ വിളിച്ച് ആ ഒരു പ്രതിഷേധം പ്ലസ് സപ്പോർട്ട് അറിയിച്ച സമയത്താണ് ആദ്യമായിട്ട് മഞ്ജു വാര്യർ എന്ത് പറയുന്നത്, ഒരു കോൺസ്പിറസി ഉണ്ട് ഈ നടിയെ ആക്രമിച്ചതിന് പിന്നിൽ, ഗൂഢാലോചന ഉണ്ട്, ഒരു കൂട്ടം ആളുകൾ ഇത് കോൺസ്പയർ ചെയ്തിട്ടുണ്ട്. അവിടുന്നാണ് ഈ കേസ് ശരിക്ക് ദിലീപിലേക്ക് ഡൈവേർട്ടായി പോകുന്നതും പിന്നെ ദിലീപ് അകത്തുപോയി പിന്നെയുള്ള ഒരു എൻറ്റയർ ആ കേസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ഇവരുടെ ഈ ഒരു ഡിവോഴ്സിൻ്റെ ബാക്കിലുള്ള കാവ്യ മാധവൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി, അങ്ങനെ എല്ലാം കൊണ്ടും മഞ്ജു വാര്യർ ദിലീപിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒരു ഫംഗ്ഷന് ഒരു വേദിയിൽ വരിക എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഇറ്റ് സെൽഫ് സോഷ്യൽ മീഡിയ കത്തുന്ന ഒരു ഐറ്റമാണ്. പ്ലസ് കൂട്ടത്തിൽ ഷെയ്ക്ക് ഹാൻഡും കൂടി കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര സീനാണ്. അപ്പോൾ ആ വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ ഇത്രയും നേരം അവിടെ സൈഡിൽ ഞാൻ പ്ലേ ചെയ്തപ്പോൾ കണ്ടത്. വിഷ്വൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി മാജിക് ഫ്രെയിംസിൻ്റെ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ തിയേറ്ററിലെ ലൈവ് ഉണ്ടായിരുന്നു. ഇവർ ഒരു 2 മണിക്കൂർ ചില്ലറ ലൈവ് ഇട്ടത്. ഞാൻ ഈ എൻറ്റയർ ലൈവിൽ എല്ലാം ഇരുന്ന് തപ്പിയിട്ടും ഇങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് ഈ ഒരു കൈ കൊടുക്കുന്ന സാധനം അതിനകത്ത് കാണാൻ പറ്റിയില്ല. ഓക്കെ, 2 മണിക്കൂറും 1 മിനിറ്റും ഉള്ള ഈ ഒരു വീഡിയോനകത്ത് ഈ ഒരു ആംഗിൾ ഇല്ല. ഫൈൻ, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ക്യാമറ ആംഗിളിൽ പെട്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും ഒരൊറ്റ ക്ലിപ്പ്, ഈ നിങ്ങൾ കാണുന്ന ഒരു ക്ലിപ്പ് മാത്രമാണ് ഇതിനകത്ത് നമ്മൾ പുറത്ത് കണ്ടത്. വേറെ ഡിജിറ്റൽ ബാക്കി അടിപൊളി ക്യാമറയിൽ നിന്ന് എടുത്തതൊന്നുമില്ല. ഒരു മൊബൈൽ ഫോണിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കി സ്നീക്ക് പീക്ക് ചെയ്യുന്ന പോലത്തെ ഒരു വിഷ്വൽ മാത്രമാണ് പുറത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സനൽകുമാർ ശശിധരൻ, പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ, എവിടുന്നോ തമിഴ്നാട്ടിൽ നിന്ന് മഞ്ജു വാര്യരാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പരൊരു പെണ്ണുമായിട്ട് സംസാരിച്ച് അതിൻ്റെ ഓഡിയോ ഒക്കെ ആയിട്ട് പുറത്ത് വന്ന് അടപടലം ഏറെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട്. ഈ അടുത്തും ഒരു പ്രസ് മീറ്റൊക്കെ വെച്ച് മഞ്ജു വാര്യരും മഞ്ജു വാര്യരുടെ മകളും അപകടത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരൊരു തിയറിയായിട്ട്, ഒരു കോൺസ്പിറസി തിയറി ആയിട്ട് വരികയാണ്. അതായത് ഈ മഞ്ജു വാര്യർ ദിലീപിന് കൈ കൊടുത്തത്, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത് ഒന്നില്ലെങ്കിൽ ഒരു ഫേക്ക് AI ക്രിയേറ്റഡ് വീഡിയോ ആവും, അല്ലെങ്കിൽ ദിലീപാണല്ലോ സനൽകുമാർ ശശിധരൻ്റെ ഈ ഒരു സ്റ്റോറി ലൈനിലെ വില്ലൻ. ദിലീപ് മഞ്ജു വാര്യരെ ഭീഷണിപ്പെടുത്തി ആ തിയേറ്ററിൽ ബാക്കി എല്ലാവരും പോയതിന് ശേഷം മഞ്ജു വാര്യരോട് ഇരിക്കാൻ പറഞ്ഞു ഒരു സെറ്റ്, ഒരു പ്രോപ്പർ സെറ്റ്, സിനിമ എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ഒരു ഒളി ക്യാമറ വിഷ്വൽ പോലെ ജസ്റ്റ് കൈ കൊടുക്കുന്ന ആ ഒരു സാധനം പോലെ വേറൊരു മൊബൈൽ ക്യാമറയിൽ എടുപ്പിച്ച് അത് പുറത്തേക്ക് വൈറലാവാൻ വേണ്ടി ഇട്ട് കൊടുത്തു. ദാറ്റ് എന്താണ് സനൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ, ഇത്ര കാലം മഞ്ജു വാര്യർ ആരുടെ തടങ്കലിൽ, ആരുടെ എന്താ പറയുക വലയത്തിലാണോ അതൊന്നും കൂടി ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ദിലീപ് ഈ സാധനം, ദിലീപാണ് ഇത്രയും കാലം മഞ്ജു വാര്യർ ഇങ്ങനെ തടങ്കലിൽ വെച്ചത് എന്നാണ് സനൽകുമാർ ശശിധരൻ്റെ വാദം. അപ്പോൾ അതൊന്നും കൂടി കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വിഷ്വൽ, ഫാബ്രിക്കേറ്റഡ് വിഷ്വൽ അല്ലെങ്കിൽ ഒരു സെറ്റിട്ട നാടകം അവർ ക്രിയേറ്റ് ചെയ്ത് PR സ്റ്റണ്ട് വഴി പുറത്ത് വിട്ടിട്ട് വൈറലാക്കിയെന്നാണ് സനൽകുമാർ ശശിധരൻ പറയുന്നത്. സനൽകുമാർ ശശിധരൻ ഈ വീഡിയോനെ ഡീകോഡ് ചെയ്യുന്നത് നമുക്ക് ആദ്യം കാണാം. ഈ ദൃശ്യത്തിൽ ദിലീപ് കടന്നു വരുന്നതും മഞ്ജു വാര്യർ എണീൽക്കുന്നതും കാണാം. ദിലീപ് പൃഥ്വിരാജിന് കൈകൊടുക്കുകയും അയാളെ തറപ്പിച്ചൊന്ന് നോക്കി കടന്നു പോകുന്നതും കാണാം. മഞ്ജു വാര്യർ കരികിലായി പൃഥ്വിരാജും ജയസൂര്യയും അവരുടെ ഇടതുവശത്തായി നീല ചുരിദാറിട്ട ഒരു സ്ത്രീയും കാണാം. അവരുടെ പിന്നിൽ ഒരു ആൾക്കൂട്ടമില്ല. ആ സമയത്ത് തിയേറ്ററിൽ നിറയെ ആൾക്കൂട്ടമുള്ളതായി നമുക്ക് മനസ്സിലാക്കാം. ഈ വിഷ്വലിൽ അത് വളരെ വ്യക്തമാണ്. യഥാർത്ഥ വിഷ്വൽ കൃത്യമായി പഠിച്ച് ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി വളരെ പ്ലാൻ ചെയ്തിട്ടാണ് PR വിഷ്വൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ്
PR-നായി ഷൂട്ട് ചെയ്തിട്ടുള്ള ദൃശ്യം. ഇതിൽ ഒറിജിനൽ വിഷ്വലിൽ ഉണ്ടായിരുന്ന നീല ചുരിദാറിട്ട സ്ത്രീയെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ദിലീപിനൊപ്പം ഇതിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇല്ല. ഈ വിഷ്വലിൽ പൃഥ്വിരാജും ജയസൂര്യയുമില്ല. പാപ്പരാസി മോഡിൽ ചിത്രീകരിക്കാൻ വേണ്ടി വളരെ ദൂരെ നിന്ന് ക്വാളിറ്റി കുറഞ്ഞ ഒരു വിഷ്വൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്നത് കാണാം. ഈ ദൃശ്യം വളരെ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആണെന്ന് പറയാൻ കാരണം ഇതിൽ ദിലീപ് മഞ്ജുവാര്യരായി അഭിനയിക്കുന്ന സ്ത്രീക്ക് കൈ കൊടുത്ത ശേഷം ഒരല്പം മുന്നോട്ടാഞ്ഞ് നിൽക്കുന്നത് ശ്രദ്ധിക്കുക. ഒരടി കൂടി മുന്നോട്ട് വച്ചാൽ ക്യാമറ ഇടതുവശത്തേക്ക് പാൻ ചെയ്യേണ്ടി വരികയും അവിടെ ജയസൂര്യയോ പൃഥ്വിരാജോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇക്കാണുന്ന നീല ജീൻസ് ഇട്ട കാലുകൾ ജയസൂര്യയുടെ കാലുകളായി സജഷനായി വച്ചിട്ടുള്ളതാണ്. ക്യാമറ ഒട്ടും തന്നെ ഇടത്തേക്ക് പാൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ദിലീപ് ഒരല്പം മുന്നോട്ടാഞ്ഞ് അവിടെ തന്നെ സ്റ്റില്ലായി നിൽക്കുന്നത്. എന്റെ അനുമാനം ശരിയാണെങ്കിൽ മഞ്ജുവാര്യരായി അഭിനയിക്കുന്നത് ഒരു ഡ്യൂപ്പാണ്. അതുകൊണ്ടാണ് വളരെ ദൂരെ നിന്നും വിഷ്വൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞത് തിയേറ്റർ ഉദ്ഘാടനത്തിന്റെ അതിഥികൾ പോയി കഴിഞ്ഞ ശേഷം ദിലീപും മഞ്ജുവാര്യരും ദിലീപിന്റെ പിണിയാളുകളും മാത്രമുണ്ടായിരുന്ന ഒരു ഷൂട്ടിംഗ് പ്രോഗ്രാമിലാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് എന്നാണ്. ഞാൻ ആ വീഡിയോ കൂടുതൽ ശ്രദ്ധിക്കുകയും പുറത്തു വന്ന ചിത്രങ്ങൾ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് അത് മഞ്ജുവാര്യരാണോ എന്ന് സംശയമുണ്ട്. ഒരുപക്ഷെ ഒരു ഡ്യൂപ്പിനെ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും പിന്നീട് AI ഉപയോഗിച്ച് മഞ്ജുവാര്യരുടെ ഫേസ് പ്ലാന്റ് ചെയ്യുകയുമായിരിക്കാം ചെയ്തിട്ടുണ്ടാവുക. മഞ്ജുവാര്യരാണ് ഈ ദൃശ്യത്തിലുള്ളതെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാണ്. ഇങ്ങനെയൊരു ഉഡായിപ്പ് പരിപാടിക്ക് മഞ്ജുവാര്യരെ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ കൊണ്ടുവരിക എന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: വിവാഹമോചനത്തിനു ശേഷം പരസ്പരം കാണാനിടയുള്ള ഒരിടത്ത് പോലും പോകാതെ ഒഴിവായി നിന്ന സ്ത്രീ എന്തിന് ദിലീപിനെ ഈ സമയത്ത് കാണണം? എന്തിനാണ് ഇങ്ങനെയൊരു കെട്ടിച്ചമച്ച വിഷ്വൽ ഷൂട്ട് ചെയ്തത്? എന്തിനാണ് മഞ്ജുവാര്യരും ദിലീപും കൂടിക്കണ്ടു എന്നൊരു കൊട്ടിഘോഷം പ്രചരിപ്പിച്ചത്? എന്തിനാണ് ദിലീപ് തന്റെ മുൻ ഭാര്യയെ ഇങ്ങനെ പിന്തുടരുന്നത്? എന്തുകൊണ്ട് ദിലീപ് എന്തുകൊണ്ട് കാവ്യ മാധവനെ ഒഴിവാക്കി ഇപ്പൊ രണ്ടാമതും മഞ്ജുവാര്യരുടെ പിന്നാലെ നടക്കുന്നു? എന്തുകൊണ്ട് ബുക്കടിച്ച് ഇറക്കും മിസ്റ്റർ സാനൽ. അല്ലാതെ ഞാൻ എന്തു പറയാനാ? ഇങ്ങനെ പറഞ്ഞ കുറേ സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞ രീതി വെച്ച്, കാരണം ഇയാളൊരു ഡയറക്ടറാണല്ലോ, അപ്പോൾ ഒരു ഫ്രെയിം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു സീൻ എങ്ങനെ ക്രിയേറ്റ് ആവും എന്നുള്ളതിൻ്റെ ഒക്കെ അയാളുടെ ലോജിക്ക് വെച്ചിട്ടാവും അയാൾ ഈ സംസാരിച്ചിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ഒരുപാട് വിഷ്വൽസ് എടുത്ത് നോക്കി ഈ ഒരു മാജിക് ഫ്രെയിംസിൻ്റെ ഇവൻറ്റിൻ്റെ. എനിക്ക് തോന്നിയൊരു പേഴ്സ്പെക്റ്റീവ് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ജയസൂര്യ, പൃഥ്വിരാജ്, പിന്നെ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ആൾ കഴിഞ്ഞിട്ടാണ്, എനിക്കത് സുരാജ് വെഞ്ഞാറമൂടി കൂടി കഴിഞ്ഞിട്ടാണ് ദിലീപ് ആദ്യം അവിടെ പോയി ഇരുന്നിട്ടുള്ളത്. നമുക്ക് ഒരു വിഷ്വൽ ഉണ്ട് അങ്ങനെ. അപ്പോൾ ആദ്യം ഒരു നടി ഇരിക്കുന്നുണ്ട്, മഞ്ജുവാര്യർ ഇരിക്കുന്നുണ്ട്, ജയസൂര്യ ഇരിക്കുന്നുണ്ട്, പൃഥ്വിരാജ് ഇരിക്കുന്നുണ്ട്. ആ ഒരു ഫ്രെയിമിലേക്ക് ഈ പറഞ്ഞ ദിലീപ് കയറി വരുമ്പോൾ മഞ്ജുവാര്യർ എണീറ്റ് നിൽക്കുന്നുണ്ട് ആദ്യത്തെ വിഷ്വലിൽ. അതായത് ഫസ്റ്റ് ദിലീപ് ഈ തിയേറ്ററിലേക്ക് എൻ്റർ ആവുന്ന സമയത്ത് മഞ്ജുവാര്യർ എണീറ്റ് നിൽക്കുന്നുണ്ട്, ജയസൂര്യക്ക് കൈ കൊടുക്കുന്നുണ്ട്, പൃഥ്വിരാജിന് കൈ കൊടുത്തില്ല, പക്ഷെ അങ്ങനെ സൈഡിൽ തട്ടിയിട്ട് പൃഥ്വിരാജ് നീക്കുന്നുണ്ട്, ദിലീപാണ്ട് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം നടക്കാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടായൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അവർ ഈ സ്ക്രീനിൻ്റെ ക്വാളിറ്റിയൊക്കെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ അതിലൊരു വീഡിയോ പ്ലേ ചെയ്യുന്നു. അത് പ്ലേ ചെയ്തതിന് ശേഷം ഈ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ഈ സ്ക്രീൻ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാനും ഖലീഫയുടെ ടിക്കറ്റ് സെയിൽസ് നടത്താനും വേണ്ടിയിട്ട് അന്നേ ദിവസം അവിടെ കുഞ്ചാക്കോപം വന്നിട്ടുണ്ട്, ബേസിൽ പോയിട്ടുണ്ട്, ധ്യാനുണ്ട്, ഇതിനിടയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഖലീഫയിലെ തന്നെ ക്രൂ ഉണ്ട്, ഒരുപാട് പേര്, നിതിൻ മുകേഷ് അടക്കം കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഒരു പക്ഷേ അവിടെ അടിയിൽ പോയി സംസാരിച്ചതിന് ശേഷം, അവിടെ അടിയിലൊരു സ്റ്റേജ് പോലെ ഒരു സാധനം സ്ക്രീനിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ. അവിടെ പോയി ഇവർ സംസാരിച്ചതിന് ശേഷം എല്ലാവരും മോളിക്ക് കയറി വന്ന് ഇരിക്കണം എന്നില്ല, ചിലർ ആ വഴിക്കാണ് പോകും. മുഖ്യമന്ത്രി അടക്കം വന്ന ഒരു ഒക്കേഷനാണത്. ഓക്കെ, അപ്പോൾ കുറേ പേരോട് സംസാരിച്ചു. അവിടെ ഈ പറഞ്ഞ മഞ്ജുവാര്യരും സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചതിന് ശേഷം ഒരു പക്ഷേ മഞ്ജുവാര്യർ മുകളിൽ കയറി വന്നിട്ടുണ്ടെങ്കിലോ, ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് ബാക്കിയുള്ളവരൊക്കെ മീഡിയ ഒക്കെ അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കാൻ കാരണം എല്ലാവരും ഫോക്കസിങ് ടു ഡൗൺ ആണ്. ആരും മുകളിലല്ല ഫോക്കസ് ചെയ്യുന്നത്, എല്ലാവരും അടിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം അടിയിലാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ഒരു പക്ഷേ അങ്ങനെ അടിയിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ ദിലീപ് മഞ്ജുവാര്യർ ഈ സൈഡിലേക്ക് ഇവർ ഒറ്റയ്ക്കാന്ന് കണ്ടപ്പോൾ വന്ന് കൈ കൊടുത്ത് പോയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യാൻ പാടില്ലേ? ഞാൻ ചോദിക്കുന്നത് എന്താ, മനുഷ്യന്മാരാണ്, രണ്ട് മനുഷ്യന്മാരാണ്.
അവർ രണ്ടുപേരും കുറേ വർഷം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു. അതിനുശേഷം അവർ ഡിവോഴ്സ് ചെയ്തു. ആൻഡ് ബൈ ദ വേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊരു മ്യൂച്വൽ ഡിവോഴ്സ് ആയിരുന്നു. ഡിവോഴ്സിൻ്റെ സമയത്ത് കുറേ സാധനങ്ങൾ മഞ്ജു വാര്യർ കുറേ അലിഗേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കാവ്യ മാധവൻ റിലേറ്റഡ് ഒക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് കോൺക്രീറ്റ് ആയി തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വന്നതുകൊണ്ട് ആ ടൈമിൽ ഇവർ മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ആയി എന്നുള്ളതാണ് എനിക്ക് ന്യൂസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ ഒരു ഐറ്റം. ഞാൻ അവിടെ ഒന്നുകൂടി പ്ലേ ചെയ്യാം. 1998 10-ാം മാസം ആണ് മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. പിന്നീട് 17 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം 2015 1-ാം മാസത്തിൽ ജനുവരി മാസത്തിൽ ഇവരുടെ വിവാഹമോചനം നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഡിഗ്രി അത് വളരെ പ്രധാനമായി എക്സിബിറ്റ് നമ്പർ P22 കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ. അതിൽ ഒരു കോൺട്രഡിക്ഷൻ കണ്ടെത്തിയത് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ നേരിട്ട് ഇടപെട്ട് തന്നെയാണ് ഒരു മ്യൂച്വൽ പെറ്റീഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ്. വിവാഹമോചനത്തിന്റെ ആദ്യ ഹർജി നൽകിയത് ദിലീപായിരുന്നു. ദിലീപ് മാത്രം നൽകിയ ഒരു ഹർജിയായിരുന്നു. അത് പിന്നീട് മ്യൂച്വലായി ഈ ഹർജിയിലേക്ക് എത്തിച്ചത് മഞ്ജു വാര്യരുടെ ഇടപെടലാണ്. അതായത് അതിൽ ചില പോയിന്റ്സുകൾ, അതായത് കാവ്യമാധവനുമായിട്ടുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാടാണ് എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ദിലീപ് കൊടുത്ത ഹർജിക്ക് മുകളിൽ, ഡിവോഴ്സ് പെറ്റീഷൻ്റെ മുകളിൽ മ്യൂച്വലായിട്ട് ഡിവോഴ്സ് പെറ്റീഷൻ മുന്നോട്ട് കൊണ്ടുപോയത് മഞ്ജു വാര്യരാണ്. സോ മ്യൂച്വലി വേർപിരിഞ്ഞ രണ്ടാൾക്കാരാണ് അവർ. മനസ്സിലായോ? അപ്പം അങ്ങനെ ആവുമ്പോൾ മനുഷ്യനാണ്, ഓരോ സാഹചര്യത്തിലും ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ഒരു തോട്ടിൻ്റെ മുകളിൽ അവർ രണ്ടുപേരും കൈ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂ? അങ്ങനെ പറയാൻ പറ്റൂ? ഇപ്പോൾ സനൽകുമാർ ശശിധരൻ ഇത് വലിയ സീനായിരിക്കും. ബാക്കി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ദിലീപ് പോയിട്ട് മഞ്ജു വാര്യർക്ക് കൈ കൊടുക്കുന്നത് ദാറ്റ്സ് എ ഹെൽത്തി തിങ് അല്ലേ? എനിക്കതൊരു ഹെൽത്തി തിങ് ആയിട്ടാണ് തോന്നുന്നത്. എനിക്കതിനകത്ത് ഭീഷണിപ്പെടുത്തി തോക്കുമുനയിൽ നിർത്തിയിട്ട് ദിലീപും ദിലീപിൻ്റെ കൂട്ടാളികളും കൂടി മഞ്ജു വാര്യരെ, പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഡ്യൂപ്പിനെ വെച്ചിട്ട് എന്തു ആളിയായത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം വെക്കേണ്ട ലിസ്റ്റിൻ സീഫിനല്ലേ? ലിസ്റ്റിൻ്റെ തിയേറ്ററിനകത്ത് അങ്ങനെ ഒരു നാടകം കളിക്കാൻ വേണ്ടി സെറ്റിട്ട് കൊടുത്ത ലിസ്റ്റിനാവില്ലേ? ശരിക്കും സനൽകുമാർ ശശിധരൻ ഇങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സനൽ പോയി കേസ് കൊടുക്ക്. ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഈ പറഞ്ഞ തിയേറ്ററിനകത്തുനിന്ന് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു നാടകം പോലെ ഒരു സ്ക്രിപ്റ്റഡ് സാധനം പുറത്തു വന്നു, ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ കേസ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടല്ലോ. തൻ്റെ പേരിലും കേസുണ്ട്. അപ്പോൾ ആ തിയേറ്ററിലെ CCTV ഒക്കെ പുറത്തു വരുമല്ലോ. ഇത് ഓക്കെ. ഇനി ബാക്കി ക്യാമറകളിൽ, ഈ ഒരു മൊബൈൽ ക്യാമറ ഫോണിൽ മാത്രമേ ഇത് കിട്ടിയുള്ളൂ, ബാക്കി ക്യാമറകൾ ആരും ഈ ഒരു വിഷ്വൽ എടുത്തില്ലേ, കേരളം കത്തുന്ന വിഷ്വലല്ലേ ഇത് എന്നൊക്കെ പലരും ചോദിക്കാം. ഒരു പക്ഷേ ദിലീപോ മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ടാവും ഈ വിഷ്വൽ എടുക്കണ്ട, ഇത് ഞങ്ങളെ പ്രൈവസിയാന്ന് പറയുമ്പോൾ അത് കേട്ടേ പറ്റൂ ബാക്കിയുള്ളവർക്ക്. ഇത് കേൾക്കാത്ത ഏതോ കുരുത്തം കെട്ടവൻ സൈഡിൽ നിന്ന് ഇങ്ങനെ ക്യാമറ വളച്ചത് എടുത്തിട്ട് അത് പുറത്തിട്ടതാണെങ്കിൽ അങ്ങനെ ആവാലോ. ബാക്കിയുള്ളവർ ഇവർ രണ്ടുപേരും പറഞ്ഞത് റെസ്പെക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്കിത് പുറം ലോകം അറിയണ്ട, ബട്ട് ഇങ്ങനെ ഒരു കൈ കൊടുത്തത് ഇരുന്നോട്ടെ എന്നുള്ള രീതിക്ക് അവർ ബാക്കിയുള്ളവരോട് പറഞ്ഞപ്പോൾ അവർ എടുക്കാതിരിക്കും. പക്ഷെ പുറത്ത് നിന്ന് ഏതോ ഒരുത്തൻ ഇത് ഷൂട്ട് ചെയ്യുന്നുള്ളത് അവർ പ്രതീക്ഷിച്ചും കാണില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാവാലോ. പിന്നെ ഈ ജയസൂര്യൻ്റെ പാൻറ് പോലെയല്ല അപ്പുറത്തെ ലേഡിയുടെ പാൻറ് എന്നുള്ളൊരു ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു. മേ ബി ജയസൂര്യ ഒക്കെ ഈ പറഞ്ഞ സ്റ്റേജിൽ അടിയിൽ പോയിട്ട് ഈ സ്ക്രീനിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞ് പോയതിന് ശേഷം മഞ്ജു വാര്യരുടെ കൂടെ വന്ന ആരെങ്കിലും തന്നെയാണ് അപ്പുറത്തിരുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇത് സനൽകുമാർ ശശിധരന് ആ ഒരു ദിലീപ് മഞ്ജു വാര്യരെ കാലങ്ങളായിട്ട് ബന്ദിയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു മൂഡിൽ, ആ പെർസ്പെക്റ്റീവിൽ നിങ്ങളെ തലയിൽ കാര്യങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ചിന്തകൾ ഇതൊക്കെയാണ് വരിക. ഇപ്പം ഈ പറഞ്ഞ രീതിയിലൊക്കെയാവും നിങ്ങളത് വരാൻ പോണത്. ഓക്കെ. ഇനി ഇയാൾ തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ ഇപ്പം അടുത്ത് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വേട്ടയാടലുകൾ വളരെ വിസിബിളാണ്. ഞാൻ ഈ 2018 ഞാനും മഞ്ജു വാര്യരും കാണുന്ന സമയത്ത് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് റോട്ടർഡാം ടൈഗർ അവാർഡ് കൊണ്ടുവന്ന സംവിധായകനാണ്. എൻ്റെ ഒരു ഇൻ്റർവ്യൂ കിട്ടണമെങ്കിൽ ഹിന്ദുവോ ടൈംസ് ഓഫ് ഇന്ത്യയോ ഔട്ട്ലുക്കോ ഒക്കെ ക്യൂ നിൽക്കും. ആ രീതിയിലുള്ള സ്റ്റേച്ചർ ഉണ്ടായിരുന്ന ഒരു സംവിധായകനാണ് ഞാൻ. പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ വളരെ വ്യാപകമായിട്ട് സ്ലാൻഡേഴ്സ് പ്രചരിക്കാൻ തുടങ്ങി. ഞാൻ മോശപ്പെട്ട ഒരാളാണെന്നും ഞാൻ ഒരു വിമനൈസറാണെന്നും ഞാൻ ഇങ്ങനെ ഒരു മൊളസ്റ്ററാണ്, ഞാൻ സ്ത്രീകളെ ചേസ് ചെയ്യുന്ന ആളാണ്. എൻ്റെ സിനിമകളെ വെച്ചുകൊണ്ട് ചോല എന്ന് പറയുന്ന സിനിമയെ വ്യാഖ്യാനം ചെയ്തത് ഒരു റേപ്പിസ്റ്റിൻ്റെ ഫാൻറ്റസിയാണെന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണം ഉണ്ടായി. ഇത് ഇവിടെ മാത്രമല്ല,
ഇന്റർനാഷണൽ സർക്യൂട്ടുകളിൽ സനൽകുമാർ ശശിധരൻ്റെ സിനിമകൾ എടുക്കരുത്, അയാൾ ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്നുള്ള രീതിയിൽ പ്രചരണം നടന്നു. അപ്പോൾ ആ രീതിയിൽ അത്രയും വലിയ രീതിയിലൊരു കോൺസ്പിറസിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാനിത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അല്ല മിസ്റ്റർ സനൽകുമാർ ശശിധരൻ, നിങ്ങളുടെ വിഷയം മഞ്ജു വാര്യരുമായിട്ടുള്ള നിങ്ങളുടെ സോ കോൾഡ് നിങ്ങൾ മാത്രം അറിയുന്ന, നിങ്ങൾക്ക് മാത്രം ക്ലാരിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങളിത് അതിൻ്റെ മുന്നത്തെ കഥയാണ് പറയുന്നേ. നിങ്ങൾ ഈ മഞ്ജു വാര്യരുമായിട്ട് സിനിമ എടുക്കുന്നതിന് മുന്നത്തുള്ള കഥയിലാണ് ഈ സ്ലാൻഡേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഇത്രയും വലിയ ഒരു ഐക്കോണിക് സ്ട്രക്ചറുള്ള ഒരു ഡയറക്ടർ, ലെജൻഡറി ഡയറക്ടർ ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തി, ഇത്രയും വലിയൊരു അവാർഡൊക്കെ മേടിച്ച് ഇത്രയും സ്റ്റേച്ചറുള്ളൊരു വ്യക്തിനെ ഇങ്ങനെ സ്ലാൻഡർ ആളുകൾ പറഞ്ഞ് പരത്തണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളൊരു വുമണൈസറാണ്, നിങ്ങൾ അങ്ങനെ അപ്പോൾ ആരാ നിങ്ങൾക്കെതിരെ കോൺസ്പയർ ചെയ്യുന്നത്? ഇൻ്റർനാഷണലി നിങ്ങൾക്കെതിരെ അപ്പോൾ ആരോ കോൺസ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലേ? അത് ആര് ചെയ്തു? അപ്പോൾ ഇത് മഞ്ജു വാര്യരുമായിട്ട് നിങ്ങളെ ബന്ധം വരുന്നതിന് മുമ്പോ, ഈ മഞ്ജു വാര്യരുമായിട്ട് നിങ്ങളെ ബന്ധം തുടങ്ങിയെന്ന് കണ്ടപ്പോൾ ദിലീപ് നിങ്ങളെ കോർണർ ചെയ്യുന്നതോ, ഇതൊന്നും അല്ലല്ലോ. നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ ആദ്യം മുതലേ ഏതൊക്കെയോ ഇൻ്റർനാഷണൽ ടീംസിൻ്റെ ടാർഗറ്റ് ലിസ്റ്റിലുള്ള ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു മനുഷ്യനാണെന്നാണോ? അവിടെയാണ് ഞാൻ ഈ വ്യക്തിക്ക് ഒരു തരത്തിലുള്ള ക്രെഡിബിലിറ്റിയും ക്ലാരിറ്റിയും ഇല്ല എന്ന് പറയുന്നത്. ഇയാൾക്ക് എന്തോ സീൻ പറ്റിയിട്ടുണ്ട്. ഇയാൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതലേ, പണ്ട് കാലം മുതലേ ഏതോ അദൃശ്യ ശക്തി ഇയാളെ പിന്തുടർന്ന് ഇയാളെ വേട്ടയാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാളെ ഈ ചങ്ങായി ചിലപ്പോൾ. സുരേഷ് ഗോപി മഞ്ജു വാര്യരെ വിളിച്ചിട്ട് മഞ്ജു വാര്യർ ഫോൺ എടുക്കുന്നില്ല. എന്തുകൊണ്ട് അറിയില്ല. സുരേഷ് ഗോപി പോലെ ഒരാൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ മഞ്ജു വാര്യരെ വിളിച്ചിട്ട് ഫോൺ എടുക്കേണ്ടതല്ലേ? ഇങ്ങനെയൊന്നുമില്ല ആ സംഭവം എന്ന് പറയേണ്ടതല്ലേ? അതെ. അപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ടല്ലേ ഇത് അന്വേഷിക്കണമെന്ന് ചോദിക്കുന്നത്? അല്ലാതെ ഈ വെളിയിൽ നിൽക്കുന്ന ഒരാളെ പോലെയാണോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ ഇതിനകത്ത് ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് പോലും തോന്നി വിളിച്ചിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഞാൻ ഈ പിന്നെ സാംസ്കാരിക പ്രവർത്തകരുടെ പ്രസ്താവന തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നടക്കുന്ന സമയത്ത് ഞാൻ സൂര്യകൃഷ്ണമൂർത്തി സാറിനെ കണ്ടു. സൂര്യകൃഷ്ണമൂർത്തി പറയുന്നത് അവരുടെ ഡാൻസ് ടീച്ചറുണ്ട്, ഇവരൊരു ഒന്നാന്തരം നർത്തകിയാണല്ലോ മഞ്ജു വാര്യർ. ഇവർ നൃത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ആ ഡാൻസ് ടീച്ചറെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മഞ്ജു വാര്യർ. ഓക്കെ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ സനൽകുമാർ ശശിധരൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതോ സനൽകുമാർ ശശിധരൻ പറയുന്നതോ മാത്രമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്ര വലിയൊരു ഇഷ്യൂ ഉണ്ടായി, ഒരു കേരളത്തിൽ എത്ര വലിയ പ്രഗത്ഭരായ പത്രക്കാരുണ്ട്, ഒരാൾക്ക് അവരെ വിളിച്ചിട്ട് ഈ കാര്യത്തെപ്പറ്റി ഒരു ഇന്റർവ്യൂ കൊടുത്തൂടെ? ഇത് സനലിന് മാത്രമാണ് ഇത് ഇത്ര വലിയ ഇഷ്യൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഏതോ ഒരു കിളി പോയവൻ നിന്ന് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത്ര മാത്രമേ അവരിത് ചിന്തിച്ചു കാണൂ. അവർക്ക് ഒരു തരത്തിലും ലൈഫിലേക്ക് കൊണ്ടുവരാനോ ഒരു എക്സ്പ്ലനേഷനോ കൊടുക്കാൻ താല്പര്യമില്ലാത്തൊരു കാര്യത്തിന് മുകളിൽ ഇനി പടച്ചമ്പരാൻ വിളിച്ചിട്ട് മഞ്ജു വാര്യരോട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറഞ്ഞാലും കൊടുക്കൂല. എന്തിനാ കൊടുക്കേണ്ട ആവശ്യമുള്ളത്? അപ്പം പിന്നെ എന്ത് സുരേഷ് ഗോപി അല്ലെങ്കിൽ വേറെ ആര് വിളിച്ചാൽ എന്താ, അവർക്ക് എന്ത് പോയി? അവർക്ക് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ട, ഇമാതിരി വിഷയങ്ങളിൽ സംസാരിക്കേണ്ട, എനിക്കൊരു ക്ലാരിറ്റിയും കൊടുക്കാനില്ല. ഇതേതോ ഒരുത്തം വന്നിരുന്ന് പറയുന്ന ഒരു ഐറ്റം എന്നുള്ള രീതിയിൽ അവരെടുത്തു, അത്ര തന്നെ. അതിൻ്റെ എക്സ്പ്ലനേഷൻ അവർ ആരെയും കൊടുക്കേണ്ട കാര്യമില്ല. അവർ ഓൾറെഡി കേസും കൊടുത്ത് പോലീസുകാരും നിങ്ങളെ വിളിച്ച് പൊക്കി ഒരു ദിവസം കൊണ്ടുപോയി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒച്ചയും വിളിയുണ്ടാക്കി ഇറങ്ങി വന്ന് വീണ്ടും പരിപാടികൾ തുടങ്ങുമ്പോൾ അവരെന്തിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം? അത് എന്താണാവോ അവർ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്? സനൽ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാണ്, ഇഷ്ടത്തിലാണ്, പലപ്പോഴായിട്ട് എന്നെ വിളിച്ചു, എന്നിട്ട് ഏതോ തമിഴത്തിൻ്റെ ഒരു ഓഡിയോ പൊക്കിക്കൊണ്ടെന്ന് വന്നിട്ട് അത് വെച്ചിട്ട് ഇത് മഞ്ജു വാര്യരാണെന്ന് പറഞ്ഞിട്ട് അത് അടിച്ചുകൊണ്ടിരിക്കുന്നു സോഷ്യൽ. അടിമുടി അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, നാറ്റിച്ചൊരു വഴിക്കാക്കി വിട്ടിട്ട് ഇനി അവരെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അത് നല്ല കാര്യമാണല്ലോ. പിന്നെ സുരേഷ് ഗോപിൻ്റെ ഇടപെടൽ, ഇതിലെനിക്കൊരു കഥ പറയാനുണ്ട്. ഇതിൽ ജോസ് തോമസ് പഴയ ഡയറക്ടറാണ്. ഇങ്ങനെ 24 ന്യൂസിൻ്റെ ഈ സിനിമാ തിയേറ്ററിൽ ആൾ കയറാത്തത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്കിൽ ഞാൻ സംസാരിക്കാൻ ചെന്ന സമയത്ത് അന്ന് എൻ്റെ ഒപ്പം അവിടെ റൂമിൽ ഇങ്ങേര് ഉണ്ടായിരുന്നു, ജോസ് തോമസ് ഉണ്ടായിരുന്നു. അങ്ങേര് നമ്മളൊപ്പം പാനലിലും ഉണ്ടായിരുന്നു. ജോസ് തോമസ് സാറ് അന്ന് എന്നോട് ചോദിച്ച്, ഞാൻ സായിനെ എൻ്റെ ഒരു വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട്, കാരണം സനൽകുമാർ ശശിധരൻ്റെ ഒരു വീഡിയോ നിങ്ങൾ വളരെ സർക്കാസ്റ്റിക് ആയിട്ട് അയാളെ കളിയാക്കി ചെയ്തു, അയാളെ ഭ്രാന്തെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നി അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ സായി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണം. കാരണം സുരേഷ് ഗോപി അടക്കമുള്ളവർ വിളിച്ചിട്ട്, അതായത് വെറുതെ ഒരാളെ ഒരു നോട്ടീസ് പോലും ഇല്ലാതെ, ഒരു കോർട്ട് ഓർഡർ പോലും ഇല്ലാതെ മുംബൈ എയർപോർട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന് പോലീസുകാർ ഇവിടെ അവരുടെ കസ്റ്റഡിയിൽ വെക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചു. അപ്പോൾ എന്താണ് എന്നുള്ളതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ഇടപെട്ടു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അന്ന് ഞാൻ ജോസ് തോമസ് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരിടപെട്ടിട്ടും കാര്യമില്ല, മഞ്ജു വാര്യർക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നൊരു ക്ലാരിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം മഞ്ജു വാര്യർ ഇയാളെ ആരായിട്ടും കാണുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇയാൾ കൊണ്ടുവരുന്ന കുറേ കോൺസ്പിറസി ആയിട്ടുള്ള സ്റ്റോറീസാണ്, ഇയാളുടെ ഭാവനയിൽ വരുന്ന കുറേ സ്റ്റോറീസ്. പിന്നെ അത് കൺസോൾട്ടേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കോൺക്രീറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് ഇയാൾ തന്നെ കുറേ എവിഡൻസ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ ബ്ലണ്ടറാണ് ഈ തമിഴത്തിൻ്റെ വോയിസുള്ള ഒരു സാധനം. അല്ലെങ്കിൽ പിന്നെ അത് എടുത്തിടുമ്പോൾ അയാൾ പറയേണ്ടിയിരുന്നു, ഇത് ഞാൻ തന്നെ വെച്ചിട്ട് സൗണ്ട് മോഡുലേഷൻ ചെയ്തതാ, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ വേറെ ടോണിക്ക് മാറ്റിയത്. അതൊന്നും മൂപ്പര് പറയുന്നില്ല. മഞ്ജു വാര്യർ എന്തോ നോർമലി സംസാരിക്കുമ്പോൾ തമിഴത്തിനെ പോലെ സംസാരിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ ചങ്ങാതി എനിക്കറിയില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇയാൾക്ക് കൃത്യമായി മഞ്ജു വാര്യർ എന്താണെന്നറിയാം. എൻ്റെ ഒരു അറിവിൽ ഇവരുടെ ഒരു സൈഡ് തമിഴ്നാട്ടിൽ, ഇവർ അച്ഛൻ തമിഴ്നാട്ടിൽ ജോലിയായിരുന്നു മഞ്ജു വാര്യരുത്. അപ്പോൾ ആ ടൈമിൽ അവർ തമിഴ്നാട്ടിലാണ് നിന്നിട്ടുള്ളതെന്നും അച്ഛൻ പണ്ട് ബൈക്കായിട്ട് വരുമ്പോൾ ഇവർ കാത്ത് വീട്ടിലിരുന്ന ഒരു കഥയൊക്കെ ഇവർ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മഞ്ജു വാര്യർ. മനസ്സിലായോ? അവർ എവിടുന്നാണ്, അവർ ഒരു തമിഴ് റൂട്ട്സ് ഉണ്ട് അവർക്ക്. ഓക്കെ, ഇതൊക്കെ ഇയാൾ ആദ്യമേ പഠിച്ചു വെച്ചിട്ട് ഈ മഞ്ജു വാര്യർ അങ്ങനെ തമിഴിൽ പറയും എന്നുള്ള രീതിക്ക് ആക്കിയതാണോ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്യും. ഇയാൾക്കൊരു തരം ഒരു സൈക്കോ ക്രിമിനൽ സാധനം ഇയാളകത്ത് കിടക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഇയാൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും വേണ്ടേ, AMMA എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഇവിടെ ഉണ്ടല്ലോ, അതിലുള്ളവരെങ്കിലും ആരെങ്കിലും ഒന്ന് അറ്റ്ലീസ്റ്റ് പോയി അന്വേഷിക്കുകയോ പിടിക്കുകയോ ചെയ്യില്ല ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ മലയാളം സിനിമയിൽ. കാരണം ഒരു നടിയെ ഒരു കോട്ടയത്ത് നിന്ന് ഏതോ സെറ്റിൽ നിന്ന് വണ്ടി വരുന്നു, തട്ടിക്കൊണ്ടു പോകുന്നു. അതും നടിയെ ആക്രമിച്ച കേസിൽ ഏറ്റവും സോളിഡായിട്ട് ഒരു എന്താ പറയുക മൊഴി കൊടുത്തൊരു വ്യക്തി മഞ്ജു വാര്യർ. അവരിതേപോലെ ഒരു സെറ്റിൽ നിന്ന് ഒരു കൂട്ടം വണ്ടിയിൽ ആൾക്കാർ വന്ന് തട്ടിക്കൊണ്ടുപോകലും അവർ ഇയാളെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ വിളിച്ച് പറയലും അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് സിനിമാ സംഘടനകൾ ഇടപെടില്ലേ, അതിലുള്ള ആൾക്കാർ ഇടപെടില്ലേ? ദിലീപ് അത്ര പവർഫുൾ ആയിരുന്നു ഒരു ടൈമിൽ. പക്ഷേ ഈ കേസ് വന്നതിന് ശേഷം ദിലീപ് അത്ര പവർഫുൾ അല്ല. അയാൾ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഇപ്പം രണ്ടാമതും പവറിലേക്ക് വരുന്നുണ്ട് അയാൾ. പക്ഷേ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സനലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ വിട്ടുപോണത്. ഓക്കെ, അപ്പോൾ ജോസ് തോമസ് സാറിൻ്റെ പ്രൊഫൈലിൽ അങ്ങേരി ഈ മറ്റേ നമ്മളെ സുരേഷ് ഗോപിയുടെ ഒരു എങ്ങനെ കോള് വന്നത്, സുരേഷ് ഗോപി ഇതിലെങ്ങനെ ഇൻ്റർഫിയർ ചെയ്യാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അങ്ങേരി ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെ അഗെയിൻ പ്ലേ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ജോസ് തോമസ് സാറിൻ്റെ യൂട്യൂബ് പ്രൊഫൈലിൽ ജോസ് തോമസ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ചാനലിനകത്ത് അങ്ങേരി 2 വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ 2 വീഡിയോ ഒരു 7 ദിവസം മുന്നേ, പിന്നെ ഒരു ഒരാഴ്ച മുന്നേ ഒരു വീഡിയോ. ഈ 2 വീഡിയോയിലായിട്ട് അങ്ങേര് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ തിങ്ക് ചെയ്യുന്നത് എന്താ അറിയോ, കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ടുള്ളൊരു വ്യക്തി വരെ ഇതിൽ ഇൻവോൾവ് ആയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഇയാൾ പറയുന്നൊരു റിയാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം, അതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു BJP മന്ത്രി ഇതേപോലൊരു സീന് കേരളത്തിലുണ്ടായിട്ട് കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പോലീസോ UDF LDF വരുന്ന സമയത്ത് ഇയാൾ അങ്ങോട്ട് കേസ് കൊടുത്തിട്ടുണ്ട്, ഇയാൾക്ക് പേരിൽ കേസുണ്ട്. ഇയാൾ വീണ്ടും VD സതീശനെയും രമേശ് ചെന്നിത്തലയും പറഞ്ഞ വീഡിയോ ഇട്ടുന്നൊരു വ്യക്തി സനൽകുമാർ ശശിധരൻ. ഈ 2 ഗവൺമെൻറ്റും മാറി വരച്ചിട്ട് ഇവിടുത്തെ ആഭ്യന്തരം ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിക്കെങ്കിലും ഇത് ഈ പറഞ്ഞ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ഒരു പൊട്ടോ പൊടിയോ ഒരു ക്ലൂ കിട്ടി, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞില്ലേ എവിടെയെങ്കിലും ഒരു സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അടി അവർ കൊടുക്കില്ലേ? കേന്ദ്രമന്ത്രി ഇടപെട്ടു, സുരേഷ് ഗോപി ഇടപെട്ടു, സനൽകുമാർ ശശിധരൻ പറഞ്ഞതിൽ 10% അല്ലെങ്കിൽ 1% ന്യായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ 2 ആഴ്ച പോരടേ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അന്വേഷണത്തിന്. അപ്പം അതും വന്നില്ല. അപ്പം എന്താ കേന്ദ്രമന്ത്രിനെയും ദിലീപ് പൂട്ടിയ? ആരാടോ ദിലീപ്? പുട്ടിനാ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപാ? ആരാണ്? എനിക്ക് മനസ്സിലുള്ളൂ ഇത് ഏത് രീതിയിലാണ് ദിലീപിനെ പിക്ചറൈസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോണത്. ഈ ഭാഗ്യലക്ഷ്മി ഇതിനിടയിൽ ഇയാൾക്കൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് കാണാം. മഞ്ജുവിൻ്റെ മോളെ സംരക്ഷിക്കാൻ നല്ല തണ്ടും തടിയും ഒക്കെ ഉള്ള നല്ല സ്വാധീനമുള്ള ഒരച്ഛനുണ്ട്. ആ കുട്ടിയെ പൊന്നുപോലെ നോക്കുന്ന ഒരച്ഛനുണ്ട്. അതുകൊണ്ട് മഞ്ജുവിൻ്റെ മോൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ മഞ്ജുവിൻ്റെ മോളുടെ അച്ഛൻ നോക്കിക്കോളൂ. അതുകൊണ്ട് ആ കുട്ടിയുടെ കാര്യം നിങ്ങളങ്ങ് വിട്ടേക്ക്. പിന്നെ മഞ്ജു പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണെന്നാണ് എൻ്റെ വിശ്വാസം. മഞ്ജു ഒരു അപകടത്തിലും അല്ല. മഞ്ജുവിനെ ആരും ഇവിടെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ ചേച്ചിയും കൊണ്ട് എറണാകുളത്ത് വന്നപ്പോൾ മഞ്ജു എറണാകുളത്ത് വന്നു.
ചേച്ചി ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഞാനും ചേച്ചിയും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ എന്താ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞൊരു കഫേയിൽ മഞ്ജു അവിടെ വന്നു. അവിടെ വന്ന് ഞങ്ങളുമായിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മണിക്കൂറോളം ചേച്ചിയോടൊപ്പം ഇരുന്ന് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അന്ന് പോയത്. ആരുമില്ലായിരുന്നു മഞ്ജുവിൻ്റെ കൂടെ. ഒരു ഏതോ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഡ്രൈവർ മഞ്ജുവിനെ ഇറക്കി വിട്ടിട്ട് അയാൾ എവിടെയോ പോയി. പിന്നെ ഇറങ്ങാനായപ്പം ഞാൻ എന്താ ഇറങ്ങി എന്ന് പറയുമ്പോഴാണ് അയാൾ വന്ന് മഞ്ജുവിനെ പിക്ക് ചെയ്യുന്നത്. അത്രയും ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു കുട്ടിയെയാണ് മഞ്ജുവിന് പിന്നിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് ഇവരുടെ സിസ്റ്റർ ഓക്കെ മഞ്ജു വാര്യരെ കാണണം, ഗുരുവായൂർ അമ്പലത്തിൽ തൊഴണം എന്നൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞ സമയത്ത് റീസെൻ്റ്ലി ഇവരുടെ സിസ്റ്ററിന് വേണ്ടി മഞ്ജു വാര്യരെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഈ സനിൽകുമാർ ശശിധരൻ പറഞ്ഞ പോലെ എട്ടം വല്ലം തിരിയാതെ എന്തോ ഒരു മറ്റേ ഹൗസ് അറസ്റ്റിൽ കിടക്കുകയാണ് ഇവർ. മനസ്സിലായോ? ദിലീപിൻ്റെ ടീമും കൂടി ഇങ്ങനെ ഇങ്ങനെ പൂട്ടിയിട്ട് നടക്കുക. ഒരാൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത മഞ്ജു വാര്യരാണ്. 1.5 മണിക്കൂർ ഇവരെ ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ട് ബോംബെ നിന്നെങ്ങാണ്ട് കൊച്ചിയിൽ വന്ന് ഏതോ കഫേയിൽ ഇരുന്ന് 1.5 മണിക്കൂർ ആരും ഒപ്പമില്ല, ഒറ്റയ്ക്ക് വന്ന് കാറിൽ വന്ന് സംസാരിച്ചിട്ട് പോയി എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു കോമൺ ലോജിക്കിൽ ചിന്തിക്കുമ്പോഴടക്കം ഇയാൾ പറയുന്ന സിനിമാ കഥ നമുക്ക് കണക്റ്റ് ആവുന്നില്ല. ഇയാളെ മൈൻഡിൽ ഏതോ ഒരു കഥ കയറി കൂടിയിട്ട് അത് റിയാലിറ്റിക്ക് ഇയാൾക്ക് ഹാലൂസിനേഷൻ അടിക്കുകയാണോ എന്ന് വരെ എനിക്ക് സംശയിക്കും. അങ്ങനെ ഒരു സംശയം വന്നു പോണ്. 2 പേര് തമ്മിൽ ഒരു വെറ്റ്ലോക്കിലുണ്ടായിരുന്നു. അവർ ഡിവോഴ്സായി. അവർ പുറത്ത് വന്ന് അവർ സിനിമ ചെയ്താലെന്ത്, നാടകം ചെയ്താലെന്ത്, ഡാൻസ് കളിച്ചാലെന്ത്, അതിന് മറുവശത്തുള്ള ആൾക്ക് എന്താ പ്രശ്നം? അതെ, അവർക്ക് അവരുടെ ഡാൻസ് കളിക്കുന്നത് തടയണമെന്ന് പറയുന്ന ഈ ഭാഗ്യലക്ഷ്മിയെ തന്നെ ദിലീപ് വിളിച്ച് വിലക്കിയെന്ന് ഭാഗ്യലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. അവരുടെ സിനിമകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഒരുപാട് പബ്ലിക് സ്പേസിലുള്ളതല്ലേ. അപ്പോൾ ഇവരെ അങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാത്രം നിലനിർത്തണം എന്നുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത് വളരെ കാലം മുമ്പേ ഉള്ളതായിരുന്നു. ഈ ഓഡിയോയൊക്കെ പുറത്തുവിടുന്നതിന് മുൻപ് അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ക്ലോസ് ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അവരുടെയൊക്കെ പ്രതികരണം എന്താണ്? അതാണ് ഏറ്റവും വലിയ സംഗതി. ഞാൻ ഈ ഓഡിയോ അത്യാവശ്യം വേണ്ടപ്പെട്ട ആളുകൾക്ക് അയച്ചു കൊടുത്ത് 10 മിനിറ്റിനകത്ത് എൻ്റെ വാട്സപ്പ് ബ്ലോക്കായി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാട്സപ്പ് ബ്ലോക്ക് ആവുന്നത്? ഒരാളുടെ വാട്സപ്പ് ബ്ലോക്ക് ആവുന്നത് കേട്ടിട്ടുണ്ടോ? എൻ്റെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടോ? അതല്ല, എൻ്റെ സിസ്റ്റം ബ്ലോക്കായി. എൻ്റെ വാട്സപ്പിൽ നിന്ന് ഞാൻ അയക്കുന്ന എൻ്റെ കംപ്ലീറ്റ് സിസ്റ്റം ബ്ലോക്കായി. എനിക്ക് അയക്കാനും പറ്റില്ല, റിസീവ് ചെയ്യാനും പറ്റില്ല എന്നുള്ള അവസ്ഥയായി. ഞാൻ അതിനകത്ത് KM ഷാജഹാൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും ഞാൻ അത് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് ഞാൻ എൻ്റെ വാട്സപ്പ് ബ്ലോക്ക് KM ഷാജഹാൻ. അപ്പം ഞാനത് ഇത് ബ്ലോക്കായപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ വിളിച്ചു. വളരെ പാനിക്കായി ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. ഇത് പുറത്തറിയുന്നതിന് മുൻപ് ഇവരെ കൊന്നുകളയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനിത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് അത് ബ്ലോക്കായി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിൽ അത് പബ്ലിഷ് ചെയ്യുന്നത്. ഇവർക്കാർക്കും തന്നെ പ്രതികരിക്കാനോ ഇവർക്കാർക്കും തന്നെ എന്തിനാ ഇവർ പ്രതികരിക്കാല്ലെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് മധു വാര്യരെ പറ്റിയൊരു പോസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മധു വാര്യരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് മധുവാര്യരോട്. അപ്പോൾ മധു വാര്യരോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് അയാൾ സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ അയാൾ പിന്നെ വിളിച്ചിട്ടേ ഇല്ല. ഇവർക്കൊക്കെ തന്നെ പേടിയുണ്ട്. ദിലീപ് ഇതിനകത്തൊരു പാർട്ടാണ് എന്ന് കൃത്യമായിട്ടും എനിക്ക് ധാരണയുണ്ട്. ദിലീപിന് പുറത്തേക്കും കൈകളുണ്ട് എന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങളെ കാണാൻ വേണ്ടി പലതവണ ശ്രമിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ പോലീസുകാർ ചോദിക്കുന്നത് എനിക്ക് ജപ്പാൻ വിസ ഉണ്ടോ എന്ന്. ഞാൻ ജപ്പാൻ വിസ ഉണ്ടോ എന്ന് ഇവരോട് എന്തിനാ പറയണേ? അതായത് മഞ്ജു വാര്യർ ജപ്പാനിൽ പോയി എന്ന് ഇവർക്കറിയാം. എൻ്റെ കയ്യിൽ ജപ്പാൻ വിസ ഉണ്ടെങ്കിൽ ഞാൻ ജപ്പാനിൽ പോവാണോ അവിടെ വെച്ചാണോ ഞങ്ങൾ കാണാൻ ഇത് ചെയ്യുന്നതെന്ന് ഇവർക്കറിയണം, പോലീസിന് അറിയണം. അപ്പോൾ ദിലീപിന് മുകളിലുള്ളൊരു ഫോഴ്സ് ആണല്ലോ പോലീസ്. അതുകൊണ്ട് ദിലീപാണോ കേരളം ഭരിക്കുന്നത്? അല്ലല്ല. ഞാൻ അമേരിക്കയിൽ വെച്ചിട്ട് ഞങ്ങൾ കാണാൻ ശ്രമിച്ചപ്പോൾ അമേരിക്കയിൽ ഇവർ വന്ന സമയത്ത് അത് ബ്ലോക്ക് ചെയ്തതിൽ ഒരു പ്രധാന ഘടകം മോഹൻലാലിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ പിന്നീട് പറയാം. കിട്ടി മെയിൻ വില്ലനെ കിട്ടി. കഥയിലെ ഇപ്പോൾ പുതിയൊരു എൻട്രിയാണ് മോഹൻലാൽ. എൻ്റെ പൊന്നളിയാ, ഈ കഥ പറയുന്നത് കേട്ടിട്ടേ മനുഷ്യന് ഉറക്കം വരുന്നത്. അന്നെ എങ്ങനെ സഹിക്കും എന്ന് ആലോചിക്കുക. മാൻ, നിങ്ങൾ ഇഗ്നോർ ചെയ്യാണ് ബാക്കിയുള്ളവർ, അത് മനസ്സിലാക്ക്. അതായത് നിങ്ങളോടൊരു സിമ്പതി തോന്നുകയാണ്. ഇത്രയും വലിയ കോൺസ്പിറസിയും ഹാലൂസിനേഷനും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു തരം ഒരു സഹതാപത്തിൻ്റെ മുകളിലാണ് പലരും നിങ്ങളോട് മിണ്ടാതെ പോകുന്നത്, ഒഴിവാക്കി വിടുന്നത്. സീരിയസ്ലി നിങ്ങൾ ചെയ്യുന്ന സ്റ്റോക്കിംഗ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഒട്ടും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഞാൻ ചിന്തിച്ചു പോവാണ്. ഇപ്പോൾ മോഹൻലാലാ പ്രശ്നം.
ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങളും മലയാള സിനിമയുടെ അകത്ത് മോഹൻലാൽ അടക്കമുള്ള കുറേ നടന്മാർ കൊണ്ട് നടക്കുന്ന സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരെ ഗ്രൂപ്പ് ചെയ്ത് ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വിടാതെ അവർ കൊണ്ട് നടക്കുന്ന ഒരുതരം ഗ്യാങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഈ ഇൻ്റർവ്യൂവിൽ അങ്ങനെ അടിച്ചു വിടുന്നുണ്ട്. മലയാള സിനിമയിൽ എന്താണെങ്കിലും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, ഓക്കെ, ദ ബിഗ് ഗംസ് ഒക്കെ അതിൻ്റെ ഭാഗമാവും എന്നൊക്കെ അങ്ങനത്തെയൊക്കെ കോൺസ്പിറസിയൊക്കെ വീണ്ടും നമുക്ക് ചിന്തിക്കാം. സോഷ്യൽ മീഡിയ ഇത്രയും പവർഫുള്ളായിട്ട് നിൽക്കുന്നൊരു സമയം, മനസ്സിലായോ? ഇവിടെ ഒരാൾക്കൊരു ലേഡി അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകളെ, അതും ആക്ട്രസ്സുമാരെ ഒന്നും പഴയ പോലെ പിടിച്ചു വെച്ച് അവരുടെ തന്നിഷ്ടത്തിന് കൊണ്ട് നടന്ന് ദുരുപയോഗം ചെയ്ത് നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലിറ്ററലി ഇമ്പോസിബിൾ മാൻ. എങ്ങനെ നടക്കും? തന്നെപ്പോലുള്ള ഒരാൾക്ക് തന്നെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യുക, കിളിപോയ പോസ്റ്റും വർത്താനവും ഇതിനകത്ത് പറഞ്ഞിടാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. നിയമപരമായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഇതേപോലെ ഈ എന്താ പറയുക, ഈ മാരകമായ പ്രഷറിൽ ബ്ലാക്ക് മെയിലിങ്ങിൽ പെട്ടുകിടക്കുന്ന ഏതെങ്കിലും ജീവിതം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 1 അല്ല 10 ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുറത്ത് വരാനുള്ള ചാൻസ് അല്ലേ കൂടുതൽ. അപ്പോൾ അതിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത ആൾക്കാരും ഇത് ചെയ്ത ആൾക്കാരും കൂടുതൽ എക്സ്പോസ്ഡ് ആവില്ലേ ചെയ്യുക. ഇതിനുള്ള സിറ്റുവേഷൻ ഇപ്പം ഉണ്ടേ. മൂപ്പര് ചിന്തിച്ച് കൂട്ടുന്നത് എന്താ അറിയോ, മലയാള സിനിമയിൽ എന്തോ വലിയ മറ്റേ ഗൂഢസംഘമുണ്ട്, ഫുള്ള് മറ്റേ വേറെന്തോ പരിപാടിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ജു വാര്യരെ പോലെ ഇഷ്ടംപോലെ മഞ്ജു വാര്യർമാരുണ്ട് ഈ കൂട്ടത്തിൽ പെട്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പം ദിലീപ് എന്ന് മാറിയിട്ട് ദിലീപിൻ്റെ മുകളിൽ വേറൊരു വില്ലൻ. ബബ്ബ സിനിമയ്ക്ക് കൊടുക്കുകയായിരുന്നു ഈ കഥ, എന്നാൽ കഴിച്ചിലായി പോയി. അങ്ങനത്തെ റൈറ്റായി പോയി ഇപ്പോൾ. ഇത് എന്തുവാണ് ഇത്? ഞാനും ഈ സ്ത്രീയും തമ്മിൽ ഒരു പ്രണയബന്ധത്തിലാണ്, ഞങ്ങളെ പരസ്പരം കാണാൻ അനുവദിക്കുന്നില്ല എന്നാണ്. വർഷങ്ങളായി ഞങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഒരു ഫോഴ്സ് ഉണ്ട് എന്നാണ്. ഞാൻ പലപ്പോഴായി സൂചന നൽകിയിട്ടുണ്ട്. ആ ഫോഴ്സിനെ ചുക്കാൻ പിടിക്കുന്നത് ഈ അവരുടെ മുൻ ഭർത്താവായിട്ടുള്ള ദിലീപ് എന്ന കക്ഷിയാണ് എന്ന് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്ത് ആലുവയിൽ കൊണ്ടുപോകാൻ കാരണം ആലുവ എന്ന് പറയുന്ന പ്രദേശം തന്നെ ഇയാളുടെ കസ്റ്റഡിയിലായതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള എളമക്കര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ ഇയാൾ അഴിമതിക്കാരായ പോലീസുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് എൻ്റെ അറസ്റ്റ് നാടകമെന്ന് ഞാൻ പല സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ബാലചന്ദ്രകുമാറിന്റെ മരണത്തെപ്പറ്റി ഒരാൾ അയാളുടെ ഭാര്യ കൊടുത്തിട്ടുള്ള പരാതി എവിടെ വരെ എത്തി? അന്വേഷിച്ചിട്ടില്ല. ഇയാൾക്ക് എന്താണ് ഈ സിസ്റ്റത്തിൽ ഇത്രമാത്രം പിടിപാട്? ഇത്ര കാലമായിട്ട് ഞാൻ ഇവരുടെ സ്വതന്ത്ര ജീവിതത്തിന് വിഘാതമുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ഞാൻ ചെയ്തിട്ടുണ്ടോ? ഒരു തവണ കോട്ടയത്ത് പോയി കണ്ടു എന്നുള്ളതല്ലാതെ, അത് എന്താണ് വാസ്തവം എന്ന് അറിയാൻ വേണ്ടി എന്നെ സഹായിച്ചൊരു യാത്രയായിരുന്നു അത്. അതല്ലാതെ ഒരിക്കൽ പോലും ഞാൻ അവരെ പിന്തുടർന്ന് ശല്യം ചെയ്തിട്ടില്ല. അവരുടെ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് പോയിട്ടില്ല, അവരുടെ പരസ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടില്ല, അവർ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടില്ല, ഒരു സ്ഥലത്തും ഞാൻ പോയിട്ടില്ല. അപ്പോൾ ആരാണ് സത്യത്തിൽ അവരെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദിലീപിന്റെ ടാഗിൽ മഞ്ജു വാര്യരെ കൊണ്ട് നടക്കാൻ വേണ്ടി ആസൂത്രിതമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ദിലീപിന്റെ മുൻ ഭാര്യയായിരുന്ന ആളാണ് മഞ്ജു വാര്യർ. അയാളിപ്പോൾ വിവാഹിതനാണ്, ഒരു കുട്ടിയുടെ അച്ഛനാണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ മഞ്ജു വാര്യരെ ചേർത്ത് കിട്ടാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് എന്താണ് അതിന്റെ അർത്ഥം? ഇത് ഇക്കാര്യത്തിൽ മാത്രമല്ല, ഇയാളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ സ്ത്രീകളെയും ഇയാളുടെ കസ്റ്റഡിയിൽ വെക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇയാളുമായിട്ട് ഒരു അവിഹിത ബന്ധത്തിന്റെ പേരിലാണല്ലോ ഈ മഞ്ജു വാര്യരും ഇയാളുമായിട്ടുള്ള വിവാഹ ബന്ധം വിടരുന്നത്. അതിനു മുൻപ് ആ സ്ത്രീയെ മറ്റൊരു കല്യാണം കഴിച്ചു കൊടുത്തതാണ്. ഇയാള് അവരുടെ വ്യക്തി ജീവിതത്തിൽ കയറി ഇടപെട്ട് ആ വിവാഹ ബന്ധം മുറിച്ചതിന്റെ കഥകൾ എല്ലാവർക്കും അറിയാം. ഇയാൾ പറയുന്ന സാധനങ്ങളുടെ ആ ഒരു പിക്ചറൈസേഷൻ ഇയാൾ എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ദിലീപിന് ഓൾറെഡി ആവശ്യത്തിൽ കൂടുതൽ ചീത്തപ്പേരുള്ള ഒരാൾ, ഓക്കെ, അയാളുടെ ലൈഫും അയാളുടെ പാസ്റ്റൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ദിലീപാണ് ചെയ്യും, ദിലീപ് തന്നെയായിരിക്കും മഞ്ജു വാര്യരെ തടങ്കലിൽ വെച്ചത് എന്നുള്ള രീതിയിലേക്ക് ഒരാളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന രീതിയിൽ ഇയാളുടെ പാസ്റ്റ് അല്ലെങ്കിൽ ഇയാളുടെ ബാക്കി പരിപാടികൾ എടുത്ത് പറയുന്നു. ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി ഈ സാധനം ഈ ചങ്ങായി ഇതിൻ്റെ മുകളിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആകുന്നു. പോയി പടം ചെയ്യുക മനുഷ്യ. ഇത്രയൊക്കെ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു സിനിമയുടെ എഴുതാൽ പോരെ. എന്തിനത്ര വലിയ കഷ്ടപ്പാട് കാണിക്കുന്നത്? ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സിനിമ ചെയ്യായിരിക്കും നല്ലത്. അതിനിട്ട് നിങ്ങൾ ചെയ്യുന്നുമില്ല, അതിന് റെഡിയല്ല. ഈ പറഞ്ഞ പോലെ കുറേ അധികം സാധനങ്ങൾ മഞ്ജു വാര്യർ ട്രാപ്പിലാണ്, മഞ്ജു വാര്യരുടെ ജീവൻ ഭീഷണിയിലാണ്, മഞ്ജു വാര്യരുടെ മകളെ ജീവൻ ഭീഷണിയിലാന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ
അറ്റ്ലീസ്റ്റ് അത് പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു തെളിവ് വേണം. മനസ്സിലായോ? ഇത് പോലീസിനാണെങ്കിലും അന്വേഷിച്ച് തുറന്നെങ്കിൽ ഇതിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മെറിറ്റ് വേണ്ടേ? ഒരു കേസിന് ഒരു മെറ്റീരിയൽ എവിഡൻസ് കൊടുക്കണ്ടേ? അതൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ആ ഒരു തിയേറ്ററിനകത്ത് നിന്ന് സ്റ്റേജ്ഡാണ്, ഫേക്കായിട്ടൊരു ഡമ്മി പീസിനെ ബോഡി ഡബിളിനെ കൊണ്ടുവന്ന് എടുപ്പിച്ചതാണ്, ഈ ഫേക്ക് ക്രിയേറ്റർ എന്നൊക്കെ അതെങ്കിലും തെളിയിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഓക്കെ ആണല്ലോ. ആദ്യം ഒരു വട്ടം കോട്ടയത്ത് നിന്ന് നിങ്ങൾ കാണാൻ വന്നപ്പോൾ ദിലീപിൻ്റെ ടീം മഞ്ജു വാര്യരെ അവിടുന്ന് മാറ്റി. പിന്നെ അതല്ലാതെ ഈ പറഞ്ഞ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റേജ്ഡ് ആയിട്ടുള്ള ഒരു PR സ്റ്റണ്ട് മഞ്ജു വാര്യരെയോ അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ സമ്മതം ഉണ്ടായിട്ടോ മഞ്ജു വാര്യർ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു ബോഡി ഡബിളിനെ കൊണ്ടുവന്നിട്ടോ ഇവർ ചെയ്യിപ്പിച്ച് പുറത്തിട്ടു. അപ്പോൾ മൊത്തത്തിൽ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ വ്യക്തി ദിലീപിൻ്റെ ലേബിളിൽ അറിയപ്പെടാൻ വേണ്ടി ദിലീപ് തന്നെ, ഇപ്പോൾ ഇയാൾ പറഞ്ഞൊരു സാധനമല്ലേ, ദിലീപ് എല്ലാ സ്ത്രീകളും, ദിലീപിനോട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ സ്ത്രീകളും ദിലീപ് ഇങ്ങനെ കാണിക്കുന്നൊക്കെ. ശരിക്കും ദിലീപ് ഇയാൾക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു അന്വേഷണം നടക്കൂല ഇതിൽ. അപ്പോൾ മഞ്ജു വാര്യർക്കാണല്ലോ സീന്, ദിലീപ് ഒരു കേസ് കൊടുക്കുക. ഞാൻ പറയുമ്പോൾ അതല്ലേ, ദിലീപ് ഫാൻസെങ്കിലും എടുത്ത് കൊടുക്കുക, ആ റിയാസ്ക്ക് എടുത്ത് കൊടുക്കുക, ഇയാൾക്കെതിരെ ഒരു കേസ് കൊടുക്കുക. ഇമാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കണേന് അല്ലാതെ എന്ത് പറയാനാണ്? എന്നിട്ട് മൂപ്പര് പറയാം ഞാൻ എവിടെയും ഷൂട്ടിങ്ങിൻ്റെ അവിടെ പോയിട്ട് ഉപദ്രവം ഉണ്ടാക്കിയില്ലല്ലോ, ഞാൻ പേഴ്സണൽ ലൈഫിലൊന്നും അവരെ പോയിട്ട് ഉപദ്രവിച്ചില്ല, പിന്നെ ഇങ്ങനെ സ്റ്റോക്കിങ്ങാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ രാപ്പകലില്ലാതെ ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരാൾക്ക് ഭ്രാന്ത് പിടിക്കായിരിക്കുമോ? ഇല്ലേ? മഞ്ജു വാര്യരുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. ചുമ്മാ ഒരാൾ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത് ഞാനും അവളും തമ്മിൽ പ്രേമത്തിലായിരുന്നു, അവളിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അവൾ വീട്ടു തടങ്കലിലാണ്, അവളെ കൊല്ലും അല്ലെങ്കിൽ അവളെ മകളെ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു ഗതികൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ പോലീസുകാരടക്കം ഒരു പോലീസുകാരൻ്റെ ഓഡിയോ ഒക്കെ ഇയാൾ പുറത്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതിനകത്ത് ആണെങ്കിൽ അവിടെ വെക്കാം കേട്ടോ. ഹലോ, നമസ്കാരം. ഞാൻ അരൂരത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. പേര് സുബ്രഹ്മണ്യൻ എന്നാണ് പേര്. ഓക്കെ. ഞാൻ വിളിക്കുന്നത് നമ്മുടെ ഡയറക്ടർ സനൽ ശശിധരൻ അല്ലേ? അതെ. ഇത് എവിടെയുണ്ട് ഇപ്പൊ? എന്താണ്? ഞാൻ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. ഫോണിൽ സംസാരിക്കാൻ പാടില്ലേ? ഫോണിൽ സംസാരിക്കാൻ പറ്റും, കുഴപ്പമില്ല. പറയൂ. ഞാൻ വിളിക്കാനുള്ള സാഹചര്യം, ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതെ, ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഇദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. എനിക്ക് നമ്മുടെ ഈ മഞ്ജു വാര്യർ മാഡമായിട്ട് ഒരു പരിചയമുണ്ട്. അപ്പൊ മാഡം പിന്നെ മാഡത്തിന്റെ സഹോദരൻ എന്നെ വിളിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. മാഡം വിളിച്ചോ? മാഡവും വിളിച്ചായിരുന്നു, മാഡത്തിന്റെ സഹോദരനും എന്നോട് സംസാരിച്ചായിരുന്നു. ഓക്കെ. അപ്പൊ അവർക്ക് കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ അവരെന്നോട് ഷെയർ ചെയ്തായിരുന്നു. ആര് ഷെയർ ചെയ്തു? മാഡം സംസാരിച്ചായിരുന്നു. മഞ്ജു വാര്യർ സംസാരിച്ചോ? എനിക്ക് അത്യാവശ്യം സിനിമയിൽ കുറച്ച് ബന്ധങ്ങളുണ്ട്. അല്ല, മഞ്ജു വാര്യർ നിങ്ങളോട് സംസാരിച്ചോ? യെസ്. മഞ്ജു വാര്യർ സംസാരിച്ചു. ഞാൻ പറയാം, സ്റ്റോക്കിംഗ് ആണ് കേസ്. അതിപ്പോ ഇതല്ലേ LLB കാരനല്ലേ? എന്താണ് കേസ്? മനസ്സിലായില്ല. അല്ല, ഒരു സ്ത്രീനെ നിരന്തരമായിട്ട് പുറകെ നടന്നു കഴിഞ്ഞാൽ, അവരെ അനിഷ്ട അറിയിച്ചിട്ട് പുറകെ നടന്നു കഴിഞ്ഞാൽ കേസ് ഉണ്ടാകും എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയാലോ. അങ്ങനെ ആര് പറഞ്ഞു? കേസ് ആര് കൊടുത്തു? ഞാൻ തർക്കിക്കുന്നില്ല. തർക്കിക്കണ്ട. ആര് കേസ് കൊടുത്തു? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്, ആര് കേസ് കൊടുത്തു, ആര് പറഞ്ഞു? കേസ് കൊടുക്കാതിരിക്കാൻ കൂടിയാണ് ഞാൻ വിളിച്ചത്. എന്താ കേസ് കൊടുക്ക? കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ, അതല്ലേ നല്ലത്. ഓക്കെ. ഇപ്പൊ എന്നെ വിളിച്ചത് പറയേണ്ട കാര്യമില്ല. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ലെവലിലുള്ള അവര് സർക്കാരിന്റെ ഒത്തിരി പദ്ധതികളിൽ അംഗമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം നല്ല ബന്ധങ്ങളുണ്ട്. അവർക്ക് ഒരു IG-നെ വിളിച്ചു പറയാം, DGP-നെ വിളിച്ചു പറയാം. ഇതിനൊക്കെ അവർക്ക് ഡയറക്റ്റ് ആക്സസ്. ഇത് ഭീഷണി എങ്ങനെ സുഹൃത്തെയാണത്? പിന്നെ എന്താണിത്? ഒരു സ്ത്രീയുടെ പരാതിയല്ലേ ഞാൻ പറയുന്നത്? യാതൊരു പരിചയവും ഇല്ല. ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല ഇവിടെ. അപ്പൊ നിങ്ങളുടെ ടോൺ എനിക്ക് മനസ്സിലായി. ഇപ്പൊ അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. കേട്ടല്ലോ, പോലീസുകാരനടക്കം ലാസ്റ്റ് കീഴടങ്ങി. മനസ്സിലായില്ലേ? കീഴടങ്ങി മൂപ്പര് ലാസ്റ്റ്. ഇയാളുടെ എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല ഒരാൾക്ക്. ഇയാളെ മൈൻഡ് മൊത്തം അതാണ്. അതായത് ഏതോ ഒരു തമിഴെത്തി മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ് ഇയാളെ വിളിച്ച് പറ്റിച്ചിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഇയാൾക്ക് മഞ്ജു വാര്യരോടുള്ള ഒരു തരം ഭ്രാന്ത് ഉണ്ടല്ലോ, പ്രേമം, ഇഷ്ടം എന്നുള്ളൊരു ഭ്രാന്ത്. അത് മൂത്ത് ഇയാൾ ആ സാധനത്ത് പോയി ചാടിയും കൊടുത്ത്. ബെസ്റ്റ് സിനിമാക്കാതെ ഈ സാധനം ആരെങ്കിലും കൊടുത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ജു വാര്യരെ തന്നെ അഭിനയിപ്പിച്ചു. അല്ലാതെ എന്ത് പറയാൻ. ഇപ്പോൾ കൈ കൊടുത്തത് വലിയ സീനാക്കണം. കൈ കൊടുത്ത് അത് ദാറ്റ് ഷോസ് ദിയർ മെച്യൂരിറ്റി മാൻ. അവർ കൈ കൊടുത്ത് നല്ല രീതിയിൽ പോട്ടെ, നാളെ ഒരു സിനിമ വരികയാണെങ്കിൽ വന്നോട്ടെ, എന്ത് പോയി. അപ്പോൾ ഈ ചങ്ങായി കരയും. അങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്ന് അനൗൺസ് ചെയ്താൽ തന്നെ ഇയാളായിരിക്കും ആദ്യം എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത്.